നമസ്കാരം. ഡോക് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് അവർക്കും സുസ്വാഗതം. ദിസ് ഈസ് ഗണേഷ് സ്പീക്കിംഗ് ടു യു ലൈവ് ഫ്രം ഡോക് ക്രിയേറ്റീവ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിംഗ് ഡാർക്ക്. സ്പൈഡർമാൻ്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് ഒരു സിംഗിൾ വില്ലൻ അല്ല. നമ്മൾ ഈ വിചാരിക്കും ഇപ്പോൾ പറയുന്ന ഡോക്ടർ ഒക്ടോപ്പസ് ആണെന്ന്, അല്ലെങ്കിൽ ഗ്രീൻ ഗോബ്ലെറ്റ് ആണെന്ന്. പക്ഷെ ഒരിക്കലും അല്ല. ഇതൊരു ഏൻഷ്യൻ്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഹാൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? യഥാർത്ഥത്തിൽ കോമിക്സിനെ ഉദ്ധരിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ്റെ ഏറ്റവും വലിയ ആർച്ച് എനിമി എന്ന് പറയുന്നത് ഹാൻഡാണ്. അതിൻ്റെ കാര്യം, ഹാൻഡിനെ ഒതുക്കാൻ പറ്റത്തില്ല. ഇല്ല, വെട്ടിയിട്ട് കഴിഞ്ഞാൽ മുറികൂടി വരുന്ന ജന്മം, അതാണ് ഹാൻഡ്. അതായത് ഒരുത്തനെ കൊന്ന് തള്ളിക്കഴിഞ്ഞാൽ അവനെ എടുത്തുകൊണ്ട് പോയിട്ട് റിസറക്റ്റ് ചെയ്ത് ഇമ്മോർട്ടലാക്കി തിരിച്ചു വിടും. അതാണ് ഇവരുടെ ഈ ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള ആൾക്കാരെ കറപ്റ്റ് ചെയ്യുക, അവഞ്ചേഴ്സിനെ ഫൈറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എന്തെല്ലാമോ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഒരു കൾട്ടാണ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹാൻഡിന് പിന്നാലെയുള്ള മാർവൽസിൻ്റെ ഏറ്റവും മോസ്റ്റ് ഫിയേർഡ് ആയിട്ടുള്ള നിഞ്ച കൾട്ടിനെ പറ്റിയിട്ടുള്ള കഥയാണ്. സോ നമ്മൾ ഇതിനെ പല പല അധ്യായങ്ങളായിട്ട് തിരിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മാർവലിൻ്റെ സ്പൈഡർമാൻ ദ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഡോക് ക്രിയേറ്റീവ്. ഓക്കെ, ഹാൻഡ് എന്ന് പറയുന്നത് മാർവലിൻ്റെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ജപ്പാനീസിൽ നിഞ്ച കൾട്ടുമാൻ്റെ ഒരു സ്ട്രോങ് ബേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കൾട്ടാണ് ഹാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഒരു നിഞ്ച ക്ലാൻ മാത്രമായിരുന്നില്ല. ഇതൊരു റിലീജിയസ് കൾട്ടാണ്. മതപരമായ ഒരുപാട് വിശ്വാസങ്ങളുള്ള, ഒരുപാട് പൂജയും മറ്റ് ക്രിയാക്രമങ്ങളും ഒക്കെ ഉള്ള ഒരു കൾട്ടാണ് ഹാൻഡ്. ഒരു മിലിറ്ററി ഓർഗനൈസേഷനാണ് ഹാൻഡ്. വ്യക്തമായ ഒരു മിലിറ്ററി ചിട്ട ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഹാൻഡ്. അതുപോലെ വേണമെങ്കിൽ ഒരു ക്രിമിനൽ എംപയർ ആയെന്ന് വേണമെങ്കിൽ നമുക്ക് ഹാൻഡിൻ്റെ വളർച്ചയെ പറയാം. ഒരു മിലിറ്ററി ഓർഗനൈസേഷനിൽ നിന്ന് ഒരു ക്രിമിനൽ എംപയറിലേക്കുള്ള വളർച്ചയെ ആണ് ഹാൻഡിലൂടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റിക്സ് നിലനിൽക്കുന്ന, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ജന്മങ്ങൾ നിലനിൽക്കുന്ന ഒരു കൾട്ടാണ് ഹാൻഡ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഗ്ലോബലി മാർവലിൻ്റെ ഏറ്റവും വലിയ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഹാൻഡ്. പലരും ഇതിനെ ഹൈഡ്രയുമായിട്ട് റെഫർ ചെയ്ത് സംസാരിക്കുന്ന കേൾക്കാറുണ്ട്. നമ്മുടെ അവഞ്ചേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഹൈഡ്ര, ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ഭയങ്കരമായിട്ട് പടം വെട്ടിയിട്ടുള്ള ഹൈഡ്ര പക്ഷേ പോപ്പുലാരിറ്റി ആഗ്രഹിക്കുന്ന, അവരുടെ സാന്നിധ്യം എല്ലായിടത്തും ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. പക്ഷേ ഹാൻഡ് അവിടെയാണ് വ്യത്യസ്തമാവുന്നത്. ദേ വർക്ക് ഓൺ ദ ഷാഡോസ്. അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇരുളിൻ്റെ നിഴൽ പറ്റിയാണ്. അവർ ഏൻഷ്യൻ മാജിക്, മാർഷ്യൽ ആർട്സ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഇതിനെല്ലാം അസാസിനേഷൻസ്, അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ചാരപ്രവർത്തനങ്ങൾ, ഈ പറയുന്ന ഡെമൺസ്, അതുപോലെ രാക്ഷസ രൂപികളെ വർഷിപ്പ് ചെയ്യുന്നതിലൂടെ, നെക്രോമാൻസിയിലൂടെ, അതായത് ഈ പറയുന്ന മരണപ്പെട്ടവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഒക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, ഈ പറയുന്ന കോർപ്പറേറ്റ് ലീഡേഴ്സിനെയൊക്കെ അവർ ബ്രെയിൻ വാഷ് ചെയ്യും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ഹാൻഡ്. അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റ്സിന്, കോർപ്പറേഷൻസിന്. പല യുദ്ധങ്ങൾക്കും അവർ തുടക്കം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല ക്രിമിനൽ സിൻഡിക്കേറ്റ്സിനെ അവരവരുടെ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട്. ഹൈഡ്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹാൻഡ് പബ്ലിസിറ്റി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവരെപ്പോഴും അവരുടെ ഷാഡോസിന് ഇഷ്ടപ്പെട്ടിരുന്നു. അതല്ലെങ്കിൽ ഒരു നിഴലിൻ്റെ മറ പറ്റി വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവർ. ഓക്കെ, ഹാൻഡിൻ്റെ ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പാണ്, മാർവൽ മിത്തോളജി പ്രകാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനീസിൽ ഒരു കൾട്ട് ഉണ്ടായിരുന്നു, ദ ചേസ്റ്റ്. ഇവർ ലോക നന്മയ്ക്കായിട്ട്, മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാർഷ്യൽ ആർട്സിനെ ഉപയോഗപ്പെടുത്തിയിരുന്നവരായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വിഭാഗം പവറിന് വേണ്ടി ആഗ്രഹിക്കാൻ തുടങ്ങി. ഓഫ് കോഴ്സ് പവറിന് വേണ്ടി ആഗ്രഹിച്ചു. അവർ ഈ ബ്ലാക്ക് മാജിക്കിന്, അതായത് ഈ പറയുന്ന ചേസ്റ്റ് ഉപയോഗപ്പെടുത്തിയിരുന്ന പല മാജിക് ട്രിക്സുകളെയും ബ്ലാക്ക് മാജിക്കിനും ഡാർക്ക് മാജിക്കിനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അവർ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡീമൺ,
ദ ബീസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ടൈം ലൈനിൽ വസിക്കുന്ന ഒരു ഡീമണെ ആരാധിക്കാൻ തുടങ്ങി. ഈ ഡീമൺ ഒരുപാട് പവർ ഇവർക്ക് നൽകുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹാൻഡ് എന്ന് പറയുന്നത് ചേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായത്, ചേസ്റ്റ് ജീവനുകളെ സംരക്ഷിച്ചപ്പോൾ ഹാൻഡ് മരണത്തെ വിതയ്ക്കുകയാണ് ഉണ്ടായത്. ഇനി ഈ ബീസ്റ്റിനെ പറ്റി 1-2 വാക്കുകൾ പറയാം. ബീസ്റ്റ് എന്ന് പറയുന്നത് ഒരു മ്യൂട്ടൻ്റ് അല്ല. ബീസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രാക്ഷസ രൂപിയാണ്. അത് ഇമ്മോർട്ടാലിറ്റി, അതിൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി അത് അമരത്വം കൊടുക്കും. അതുപോലെ തന്നെ ഡാർക്ക് മാജിക്കിൽ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയുള്ള ഒരു കൾട്ടിനെ സൃഷ്ടിക്കാൻ ബീസ്റ്റിന് സാധിച്ചിരുന്നു. മരണപ്പെട്ടവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് ബീസ്റ്റ് അത് അതിൻ്റെ അനുയായികൾക്ക് കൊടുത്തു. അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് പവർ, എങ്ങനെ അടിച്ചും വെട്ടിയും മുറിച്ചിട്ട് കഴിഞ്ഞാലും ഹീൽ ചെയ്ത് വരാനുള്ളൊരു കപ്പാസിറ്റി ബീസ്റ്റ് അതിൻ്റെ അനുയായികൾക്ക് കൊടുത്തു. സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള എബിലിറ്റീസ് കൊടുത്തു, നല്ല സ്ട്രെങ്ത് കൊടുത്തു. ഇതിനെല്ലാം ബീസ്റ്റ് പകരം ചോദിച്ചത് കംപ്ലീറ്റ് ഒബീഡിയൻസ് ആണ്. തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒബീഡിയൻ ചെയ്യണം. ഹാൻഡ് പ്രധാനമായിട്ടും ബീസ്റ്റിന് വേണ്ടി ആത്മാക്കളെ കണ്ടെത്തുകയാണ് ചെയ്തത്. അസാസിനേഷൻസിനെ അവർ ക്രിയേറ്റ് ചെയ്തത് ബീസ്റ്റിന് വേണ്ടിയിട്ടുള്ള അനുയായികളായിട്ടാണ്. യുദ്ധങ്ങൾ അവരുടെ സാക്രിഫൈസസ് ആയി, മരണം അവരുടെ ആരാധനയായി. ഇനി എന്താണ് ഈ ഹാൻഡിൻ്റെ ഫിലോസഫി? ഹാൻഡ് വർക്ക് ചെയ്യുന്നത് പവറിലൂടെയാണ്. ഈ പവറിന് വേണ്ടി അവർക്ക് മരണങ്ങൾ, കൊലപാതകങ്ങൾ അനിവാര്യമായിരുന്നു. അതിനുവേണ്ടി അവർ കെയോസ്, യുദ്ധവും മറ്റുമായി സൃഷ്ടിച്ചു. അവരുടെ അനുയായികളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചത് ലോയൽറ്റി മാത്രമാണ്. അതിനു മുകളിൽ കുടുംബം പോലും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും സഹോദരങ്ങളും പ്രണയിനിയും ഒന്നും ഹാൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ടായിരുന്നില്ല. ഇമോഷൻ എന്ന് പറയുന്നത് ഹാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക്നെസ് ആണ്. ഇമോഷൻസ് കാണിക്കുന്നവരെ അവർ കൊന്നു തള്ളിയിരുന്നു. അവരുടെ അസാസിൻസ് ഫെയിലിയർ ചെയ്യുമ്പോൾ, പരാജയപ്പെടുമ്പോൾ അവർക്ക് ഹാൻഡ് വിധിച്ചിരുന്നത് മരണമായിരുന്നു. ഓക്കെ, മെമ്പേഴ്സ് ഹാൻഡിനകത്തോട്ട് ജോയിൻ ചെയ്യുന്നത് നന്നേ ചെറുപ്പത്തിലാണ്. അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ സറണ്ടർ ചെയ്ത് പുതിയ പേര് സെലക്ട് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ഒരുപാട് റിച്വൽസ് ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് അവർ ഹാൻഡിനകത്തോട്ട് വന്നിരുന്നത്. ഇവർക്ക് ഇതിനകത്തൊരു പേഴ്സണൽ ഫ്രീഡമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആസ് ആൻ ഓർഗനൈസേഷൻ ഇതിനൊരു സോഫിസ്റ്റിക്കേറ്റഡ് ഹൈറാർക്കി ഉണ്ട്. ഇതിന് ഒരു ദൈവമുണ്ട്, ദ ബീസ്റ്റ്. പിന്നെ ഈ ബീസ്റ്റിനെ അനുശാസിക്കുന്ന, ബീസ്റ്റിനെ ഫോളോ ചെയ്യുന്ന 5 ഫിംഗേഴ്സ്, ദ 5 ഫിംഗേഴ്സ് ആണ് ഈ ഹാൻഡിൻ്റെ മനുഷ്യർക്കിടയിലുള്ള കൺട്രോളിങ് ബോഡി അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയാം. ബീസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. ബീസ്റ്റ് എന്ന് പറയുന്നത് കോമിക്സിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ബീസ്റ്റ് ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഒരു രാക്ഷസനാണ്, അല്ലെങ്കിൽ ഒരു സാത്താനാണ്. ആ സാത്താനെ ഫോളോ ചെയ്യുന്ന ദ 5 ഫിംഗേഴ്സ്, അവരാണ് ഇതിൻ്റെ ഗവേണിംഗ് കൗൺസിൽ. ഓരോ ഫിംഗറും ഡിഫറെൻറ്റ് ഡിവിഷൻസിനെ കൗൺസിൽ ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതായത് ഒരു ഫിംഗർ മിലിറ്ററിയെ, ഒരു ഫിംഗർ ഫിനാൻസിന്, ഒരു ഫിംഗർ മാജിക്കിന്, ഒരു ഫിംഗർ ഗ്ലോബൽ ഓപ്പറേഷൻസിന്, ഒരു ഫിംഗർ റിക്രൂട്ട്മെൻറ്റിന്. ഈച്ച് ഫിംഗർ, ഓരോ ഫിംഗറിനും ഓരോ കർത്തവ്യമുണ്ട്. അവർ കാലാകാലങ്ങളായിട്ട് അമരത്വം നേടി കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള അറിവ് സ്വതസിദ്ധമാക്കിയിട്ടുള്ള ജന്മങ്ങളായിരുന്നു. അതിൽ ഓരോരുത്തരായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജോണിൻ എന്ന് പറയുന്നത് റീജിയണൽ ആയിട്ടുള്ള കമാൻഡേഴ്സ് ആണ്. അവരവിടുത്തെ ഹാൻഡിൻ്റെ ജനറൽസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരാണ് ഈ രാജ്യങ്ങൾ തോറുമുള്ള ഹാൻഡിൻ്റെ ഓപ്പറേഷൻസിനെ എല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത്. പിന്നെ സെൻസേഴ്സ് ഉണ്ട്, എലൈറ്റ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് ഇവർ. മാസ്റ്റേഴ്സാണ് മാർഷ്യൽ ആർട്സിലും മറ്റും. ഈ കുട്ടി പട്ടാളത്തിനെ ട്രെയിൻ ചെയ്ത് എലൈറ്റ് ആയിട്ടുള്ള നിഞ്ച അസാസിൻസ് ആക്കി മാറ്റുന്നത് സെൻസേഴ്സ് ആയിരുന്നു. ഇനി നിഞ്ചാസ്, ഇവരുടെ നട്ടല് എന്ന് പറയുന്ന നിഞ്ചാസ് ആണ്. ലോകത്താകമാനം ആയിരക്കണക്കിന് നിഞ്ചാസ് ഹാൻഡിന് വേണ്ടി സാധാരണക്കാരെ പോലെ വേഷം മാറി ജീവിക്കുന്നുണ്ടായിരുന്നു. കൈൻഡ് ഓഫ് സ്ലീപ്പർ സെൽസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് എലൈറ്റ് അസാസിൻസ് ആണ്. ഈ നിഞ്ചാസിന് മുകളിൽ, നിഞ്ചാസിൽ നിന്ന് തന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള അമരത്വം കിട്ടിയ എലക്ട്ര, കിറിഗെ, ഗോർഗോൺ, ബ്ലാക്ക് ടെറാന്റുല, ബുൾസൈ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിനകത്ത് ഡെയർ ഡെവളിനകത്ത് നമ്മൾ ബുൾസൈയെ കാണുന്നുണ്ട്. അപ്പോൾ ഹാൻഡുമായിട്ട് ചെറിയൊരു അലയൻസ് ഉണ്ടായിരുന്ന ആളാണ് ഈ ബുൾസൈ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ട് റിസറക്റ്റ് ചെയ്ത് ഇവർ മരണത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് വാരിയേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഹാൻഡ് ഫങ്ഷൻ ചെയ്യുന്നത് ഇവരുടെ റവന്യൂ സോഴ്സസ് എന്നൊക്കെ പറയുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ് വഴി, വെപ്പൺസ് കളക്ട് ചെയ്യുന്നത് വഴി, പൊളിറ്റിക്കലി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ തലവന്മാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് വഴിയൊക്കെയാണ്. പിന്നെ കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ട് ഇവർ ചാരപ്രവർത്തനം നടത്തിയിരുന്നു, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയിരുന്നു, പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു, മിസ്റ്റിക്കലായിട്ടുള്ള പല വിഗ്രഹങ്ങളും വിറ്റ്
അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ലബോറട്ടറീസിൽ ഡ്രഗ്സും മറ്റും ക്രിയേറ്റ് ചെയ്ത് അസാസിനേഷൻസ് ഏറ്റെടുത്ത് നടപ്പിലാക്കി ഒക്കെയാണ് ഇവർ പൈസ കളക്ട് ചെയ്തിരുന്നത്. ഇതിനുശേഷം ഈ പൈസ ഉപയോഗിച്ച് ഇവർ പ്രൈവറ്റ് ആയിട്ടുള്ള നിഞ്ച ആർമീസിനെ പരിപാലിച്ചു പോന്നിരുന്നു ലോകത്താകമാനം. പിന്നെ അതുപോലെ തന്നെ പല മന്ത്രപ്രേത പിശാചുകളെയും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാകർമ്മങ്ങൾ നടത്തിയിരുന്നു. ഇതിനുവേണ്ടി ഹിഡൻ ആയിട്ടുള്ള ടെമ്പിൾസ് ക്രിയേറ്റ് ചെയ്തിരുന്നു, റിസർച്ച് ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഇരുട്ടിന്റെ മറവറ്റിയാണ്, അല്ലാതെ ഹൈഡ്രയെ പോലെ നേരിട്ട് വന്നൊരു ഭരണം പെടുത്തവർക്കില്ല. പലപ്പോഴും കുട്ടികളെ അവർ തട്ടിക്കൊണ്ടുപോയിട്ടാണ് ഇവരുടെ വാരിയേഴ്സ് ആയിട്ട് മാറ്റിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫെയിൽഡ് ആയിട്ടുള്ള ഹീറോസ്, ഇപ്പോൾ ഉദാഹരണത്തിന് വിന്റർ സോൾജേഴ്സിനെ പോലുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി കറപ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ മരണപ്പെട്ടവരെ റിസറക്റ്റ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്തൊക്കെ ഇവരുടെ പാളയത്തിലോട്ട് എത്തിച്ചിരുന്നു. ഓക്കെ, ഇനി നിഞ്ചാസിന്റെ ഈ പറയുന്ന നമ്മുടെ ഹാൻഡിന്റെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് പറയുന്നത് മരണത്തെ അതിജീവിക്കാൻ കഴിയുന്ന അമരത്വം തന്നെയാണ്. ഈ അമരത്വത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് ചില സ്പെഷ്യൽ സബ്സ്റ്റൻസുകളൊക്കെ വേണമായിരുന്നു. അതായത് ഡ്രാഗണിന്റെ ബോണിന്റെ പൗഡറൊക്കെ, അസ്ഥിയുടെ പൊടിയൊക്കെ ഇവർക്ക് വേണമായിരുന്നു. ആ പൊടി വെച്ചിട്ടുള്ള ഒരു പ്രത്യേക കൾട്ടായിട്ടുള്ള പ്രാക്ടീസ് വഴിയാണ് ഇവർ അമരത്വം നേടി സ്വീകരിച്ചിരുന്നത്. ഓക്കെ, ഇവരുടെ മാർഷ്യൽ ആർട്സിനകത്തുള്ള പ്രാവീണ്യം അവർക്ക് സ്റ്റെൽത്തും അക്രോബാറ്റിക്സ് ഈസി ആയിട്ട് ഫോളോ ചെയ്യാനുള്ള കഴിവും ഓരോ വെപ്പൺസിലും ഇവരുടെ മാസ്റ്ററിയെ കൂട്ടിക്കൊണ്ടു വരുന്നതും അതുപോലെ തന്നെ ഈ മർമ്മത്ത് നോക്കി അടിച്ചു വീഴ്ത്താനുള്ള ഇവരുടെ കഴിവൊക്കെ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ പോയിസൺ ഡാർട്സ് ഉപയോഗിച്ച് ഇവർ ആൾക്കാരെ വകവരുത്തിയിരുന്നു. പോയിസൺ ആയിട്ടുള്ള ഡാർട്സ് ഊതി വിട്ട് ഇവർ ആൾക്കാരെ വകവരുത്തിയിരുന്നു. പിന്നെ അതുപോലെ സ്മോക്ക് ബോംബ്സ് ഉണ്ടാക്കാറുണ്ട്, ഇവർ സ്മോക്ക് ബോംബ്സ് ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് ആണ്. ഇനി അങ്ങോട്ട് പോയി വെട്ടാൻ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് 2 വെട്ടി കെട്ടി കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് പഴയ ഒരു പേടകത്തിനകത്ത് ഈ യുവാക്കളുടെ രക്തം നിറച്ച് അതിനകത്ത് കിടത്തി ഈ പ്രത്യേക റിച്വൽ നടത്തി അവരെന്ത് ചെയ്യും, റിസറക്റ്റ് ചെയ്ത് ആൾക്കാരെ മരണത്തിൽ നിന്ന് പോലും തിരികെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുന്ന പലരുടെയും പേഴ്സണാലിറ്റി മാറും, അവരുടെ മെമ്മറീസ് മാറും, അവർ ഹാൻഡിൻ്റെ ഒരു സെർവൻ്റ് ആയിട്ട് മാറുകയാണ് പൊതുവെ ചെയ്യാറ്. അതായത് നല്ലവനാണെങ്കിൽ പോലും അവൻ ഹാൻഡിൻ്റെ ഒരു അനുചരനായിട്ട് മാറുന്ന രീതിയിൽ ഇവർ റിസറക്റ്റ് ചെയ്ത് ഇവരെ കൊണ്ടുവന്നിരുന്നു. മനസ്സിലായില്ലേ? ഇനി ഞാൻ 2-3 ഇവരുടെ ലീഡേഴ്സിനെ പറ്റി പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ബീസ്റ്റിനെ നമുക്കൊരു ട്രൂ മാസ്റ്റർ ആയിട്ട് കാണാം. ബീസ്റ്റിനെ നമ്മൾ നേരിട്ട് കാണുന്നത് കോമിക്സിൽ മാത്രമാണ്. അതിനുശേഷം കിരിഗായെ പറ്റിയാണ്. കിരിഗായ് എന്ന് പറയുന്നത് ഇവരുടെ ഗ്രേറ്റസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് എലൈറ്റ് ഫൈറ്റേഴ്സിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചിട്ടുള്ള ഒരാളാണ് കിരിഗായ്. പിന്നെ ഗോർഗോൺ എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹാൻഡിന്റെ ലീഡറാണ്. ഒരു മ്യൂട്ടൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണ് വെച്ച് നോക്കി തന്നെ ആൾക്കാരെ കൊല്ലാനുള്ള കഴിവുണ്ട്. നമ്മുടെ കോമിക്സിനകത്തൊക്കെ കാണുന്നുണ്ട്. വോൾവറിനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ വോൾവറിനെ മുട്ടിടിച്ച് പോയിട്ടുണ്ട് പുള്ളിയുടെ മുമ്പ്. പിന്നെ എലക്ട്ര, മാർവലിന്റെ ഏറ്റവും വലിയ ഒരു അസാസിനാണ് എലക്ട്ര എന്ന് പറയുന്നത്. ഹാൻഡിന്റെ ഒരു ലീഡർ കൂടിയായിരുന്നു എലക്ട്ര. പിന്നീട് ഹാൻഡിനെതിരെ തിരിഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉള്ളത് ഡെയർ ഡെവള് ഹാൻഡിന്റെ ഒരു ഭാവമാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? യഥാർത്ഥത്തിൽ ഡെയർ ഡെവളിനെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്ത് കറപ്റ്റ് ചെയ്ത് അവരുടെ പാളത്തിലേക്ക് എത്തിക്കുന്നതായിട്ട് കോമിക്സിലുണ്ട്. പക്ഷേ നമ്മുടെ മാർവലിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മുടെ സാക്ഷാൽ വിൽസൺ ഫിസ്ക് ഹാൻഡിന്റെ പവറിനെ പറ്റി പഠിച്ച് ഹാൻഡിന്റെ കൺട്രോൾ സ്വയം ആർജിച്ചെടുത്ത് ഹാൻഡിനെ ഒരു ലോകവ്യാപകമായിട്ടുള്ള ലാർജസ്റ്റ് ക്രിമിനൽ എംപയറാക്കി മാറ്റുന്നത് വിൽസൺ ഫിസ്ക് ആണ്. പിന്നെ ഉള്ളത് ഹാൻഡിന്റെ ഏറ്റവും വിശ്വവിഖ്യാതമായ ചില ഫൈറ്റുകളെ പറ്റിയിട്ടുള്ള ചില റെഫറൻസുകളാണ്. ഹാൻഡ് പ്രധാനമായിട്ടും ഫൈറ്റ് ചെയ്തിരുന്നത് ഡെയർ ഡെവളിനെ സ്പൈഡർമാനെ ആയിരുന്നു. യഥാർത്ഥത്തിൽ ഹാൻഡ് ഓർഗനൈസേഷൻസ് കോമിക്കിൽ കടന്നു വരുന്നത് സ്പൈഡർമാൻ കോമിക്സുകളിലൂടെയാണ്. അതുപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഫൈറ്റ് എന്ന് പറയുന്നത് ഈ ഹാൻഡിന് കിങ് പിന്നുമായിട്ട് കണക്ഷൻ ഉണ്ട്, വിൽസൺ ഫിസ്കുമായിട്ട് കണക്ഷൻസ് ഉണ്ട്, ഒരുപാട് ക്രൈം സിൻഡിക്കേറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ അതുപോലെ മേയർ ഫിസ്കിന് വേണ്ടിയിട്ട് ഒരുപാട് അസാസിനേഷൻസ് ഏറ്റെടുത്ത് നടത്തിയിരുന്നു, ഗ്യാങ് വാർസ് നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡെയർ ഡെവൾ വന്ന് ഇവരെ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യും. സ്പൈഡർമാൻ ഇവരുടെ സൂപ്പർ നാച്ചുറൽ റിസറക്ഷൻ എബിലിറ്റിക്കെതിരെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അതായത് പുള്ളി ഒരാളെ പൂട്ടി വന്ന് അടിച്ച് ഒതുക്കി വരുമ്പോഴേക്കും ഇയാളെ കൊണ്ടുപോയിട്ട് ഇവർ റിസറക്റ്റ് ചെയ്ത് കുറെ കൂടെ പവർഫുൾ ആക്കി കൊണ്ടുവരും. അതായത് ഒരാളെ പൂട്ടിയാൽ പോരാ, വീണ്ടും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നവന്മാരെ പൂട്ടിക്കൊണ്ടേയിരിക്കണം. അതാണ് ഹാൻഡിൻ്റെ ഒരു ഹാൻഡ് കാരണം ഈ നമ്മുടെ സ്പൈഡർമാൻ അനുഭവിച്ച ഏറ്റവും വലിയ കഷ്ടപ്പാട്. പിന്നെ ഡെയർ ഡെവള് പോലെ ഹാൻഡിനെ ഫൈറ്റ് ചെയ്ത് വേറെ ആരുമില്ല. നൂറ്റാണ്ടുകളോളം ഡിക്കേഡുകളോളം മാറ്റ് മർഡോക്ക് ഈ ഹാൻഡിനെ ഫൈറ്റ് ചെയ്തിരുന്നു. ഈ ഹാൻഡാണ് മാറ്റ് മർഡോക്കിന്റെ മെന്ററിനെ ഫൈറ്റ് ചെയ്യുന്നത്, ഇല്ലാതാക്കുന്നത്, കൊലപ്പെടുത്തുന്നത്.
അതുപോലെ തന്നെ മാറ്റ് മർഡോക്കിന്റെ ലവ് റിലേഷൻഷിപ്സിനെ ഇവർ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രയെ കറപ്റ്റ് ചെയ്യുന്നത്, ഇലക്ട്ര യഥാർത്ഥത്തിൽ മാറ്റ് മർഡോക്കുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആളായിരുന്നു, അത് നശിപ്പിക്കുന്നത് ഈ പറയുന്ന ഹാൻഡാണ്. മാറ്റിന്റെ സ്വന്തം നാടായ ഹെൽസ് കിച്ചനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിക്കുന്നുണ്ട്. ഇവഞ്ച്വലി ഡെയർ ഡെവലിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഡെയർ ഡെവലിനെ ഹാൻഡിന്റെ ലീഡർ ആക്കുന്നുണ്ട് ഇവർ. പക്ഷെ അത് ഡെയർ ഡെവലിന്റെ ഒരു ഡാർക്കസ്റ്റ് സ്റ്റോറിയാണ്. അത് ഇതുവരെ സിനിമയാവോ സീരീസ് ആവോ എന്നൊന്നും എനിക്കറിയാം. ഇതല്ല, കോമിക്സിൽ അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ. പിന്നെ വോൾവറിന്റെ കാര്യങ്ങളാണ്. വോൾവറിൻ ഈ ഹാൻഡിനെ അങ്ങോട്ട് നിന്ന് അടിക്കാൻ നോക്കുമ്പോൾ ഹാൻഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവനെ അങ്ങ് റിക്രൂട്ട് ചെയ്ത് ക്ലോൺ ചെയ്ത് പിന്നെ അവനെ കൺട്രോൾ ചെയ്ത് പിന്നെ അവനെ റിസറക്റ്റ് ചെയ്ത് അങ്ങനെ യഥാർത്ഥത്തിൽ ഹാൻഡ് തലങ്ങും വിലങ്ങും തൂക്കിപ്പറക്കിയിട്ട് ഉപയോഗിച്ച ഒരു സാധനമാണ് വോൾവറിൻ. വോൾവറിനും ഹാൻഡിൻ്റെ അസാസിൻസുമായിട്ടുള്ള ഫൈറ്റൊക്കെ നല്ല ഐക്കോണിക് ആയിട്ടുള്ള മാർവൽ കഥകളാണ്. പിന്നെ ഹാൻഡിൻ്റെ എലക്ട്ര, യഥാർത്ഥത്തിൽ എലക്ട്രയെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്തുകൊണ്ടുവന്നത് ഹാൻഡാണ്. ഹാൻഡിൻ്റെ ഏറ്റവും വലിയ അസാസിനാണ് എലക്ട്ര. ഈ ഡെയർ ഡെവലിനെ ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചപ്പം മറുവശത്ത് എലക്ട്ര ഇവർക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. എലക്ട്ര യഥാർത്ഥത്തിൽ മരണപ്പെടുന്നുണ്ട്. അവർ ഈ പറയുന്ന ഹാൻഡ് തന്നെ അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ പതിയെ അവള് ഹാൻഡിനെതിരെ തിരിഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നല്ല രസകരമായ ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു കഥാപാത്രമാണ് എലക്ട്ര. എലക്ട്രയൊക്കെ ഇനി നമ്മൾ എന്നാണ് കാണുന്നതെന്ന് കോമിക്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ എങ്ങനെയാണ് കാണാൻ പോണതെന്ന് വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ നോക്കി കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോമിക് അപ്പിയറൻസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയർ ഡെവലില് എലക്ട്ര അസാസിൻ എന്ന് പറയുന്ന സീരീസിൽ, പിന്നെ വോൾവറിന്റെ 1982 ഇറങ്ങിയ ഒരു ലിമിറ്റഡ് സീരീസിൽ, അവഞ്ചേഴ്സ് സീരീസിൽ ഒക്കെ ഈ പറയുന്ന നമ്മുടെ ഹാൻഡിന്റെ പ്രസൻസ് ഉണ്ട്. സിനിമയിലേക്ക് നമ്മുടെ ലൈവ് ആക്ഷനിലോട്ട് വരുമ്പോഴേക്കും ഡെയർ ഡെവലിന്റെ നെറ്റ്ഫ്ലിക്സ് സീരീസിലാണ് ഈ നമ്മുടെ ഹാൻഡും അതിന്റെ കീ ഫിഗേഴ്സ് ആയിട്ടുള്ള നോബു, മാഡമെ ഗോ, ബക്കൂട്ടോ, അലക്സാണ്ട്ര മുറഗാമി, സൊവാൻഡ് ഇവരെല്ലാം കൂടെ വന്ന് 5 ഫിംഗേഴ്സ് വന്നിട്ട് ഈ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള അമരത്വം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രവാദവും മന്ത്രപ്രവർത്തനങ്ങളും മാന്ത്രിക പ്രവർത്തനങ്ങളും മായാജാലവും ഒക്കെ ആയിട്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഡിഫൻഡേഴ്സ് വന്നപ്പോഴേ ഇവര് ഈ ന്യൂയോർക്കിൻ്റെ അടിയിൽ നിന്ന് ഡ്രാഗൺ ബോൺസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ ഡിഫൻഡേഴ്സ് ഇത് പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ എക്കോ സീരീസിനകത്ത് കിങ് പിൻ, വിൽസൺ ഫിസ്ക് ഇതിനെപ്പറ്റി റെഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ഹാൻഡ് ഒരു സെൻട്രൽ ഓർഗനൈസേഷനാണ്, പക്ഷേ റെഫറൻസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം 2026 ഡെയർ ഡെവൽ ബോൺ അഗെയിനിനകത്ത് ഹാൻഡിനെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നില്ല, പക്ഷേ ഹാൻഡിനെ പറ്റി സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഹാൻഡിന്റെ അലൈസിനെ പറ്റി പറയുകയാണെങ്കിൽ കിങ് പിൻ ഓഫ് കോഴ്സ് ഹാൻഡിനെ നിയന്ത്രിച്ചിരുന്ന ഹാൻഡിന്റെ ഒരു ക്ലോസ് അലയായിരുന്നു വിൽസൺ ഫിസ്ക് അഥവാ കിങ് പിൻ. പിന്നെ ഹൈഡ്ര ഓർഗനൈസേഷനെ പറ്റി ഞാൻ മുമ്പ് പറയാതെ തന്നെ നിങ്ങൾക്ക് അവഞ്ചേഴ്സ് വേണ്ടിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നാസി ബേസിസിലുള്ള ഒരു കൾട്ടാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ഹൈഡ്രയുമായിട്ട് ഇവർക്കൊരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം നിലനിന്നിരുന്നു. പിന്നെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഒരു രാക്ഷസ രൂപിയാണ് ബീസ്റ്റിനുമായിട്ട് ഇവർക്കൊരു കൊടുക്കൽ വാങ്ങൽ പരിപാടികളുണ്ട്. പല തരത്തിലുള്ള ബ്ലാക്ക് മാജിക് കൾട്ടുകളുമായിട്ട് ഇവർക്ക് കൊടുക്കൽ വാങ്ങലുകളുണ്ട്. പിന്നെ ഈ പറയുന്ന ഡ്രഗ്സും മറ്റും കച്ചവടം ചെയ്യുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റുകളുമായിട്ട് ഇവർക്ക് ധാരാളം കൊടുക്കൽ വാങ്ങലുകൾ നിലനിന്നിരുന്നു. ഇവരുടെ വെപ്പൺസിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ സീരീസിനകത്ത് ട്രെയിലറിൽ കാണുന്ന പോലെ കട്ടാനാസ്, ബോസ്, പിന്നെ പോയിസണസ് ഡാർട്സ്, സ്മോക്ക് ബോംബ്സ്, പിന്നെ മോഡേൺ ഫയർ ആംസ് ഒക്കെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് അവരുടേതായ ഒരു സർവൈലൻസ് ടെക്നോളജി ഉണ്ട്, ഇവരുടേതായ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എന്താ പറയുക, ഈ ജാപ്പനീസ് വാർഫെയറിലുള്ള കട്ടാനാസ് മാത്രം മുതൽ ഇന്നത്തെ കാലത്തുള്ള മോസ്റ്റ് മോഡേൺ ഫയർ ആംസ് വരെ ഇവർ എടുത്തിട്ട് പ്രയോഗിച്ചിരുന്നു എന്ന് പറയാതെ വയ്യ. ഓക്കെ, ഹാൻഡിന് ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത് ഈ വെപ്പൺസ് ഒന്നും അല്ല, ഇവരുടെ ഡാർക്ക് മാജിക് തന്നെയാണ്. അതായത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, റിസറക്റ്റ് ചെയ്ത് വരും. അതാണ് ഹാൻഡിനെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത്. ഇനി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലേക്ക് വരുമ്പോഴേക്കും ഹാൻഡിനെ നമ്മൾ കാണുന്നത് അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള ചുവന്ന സ്യൂട്ടിലാണ്. ജാക്കി ചാനാണ് ആ ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതായത് ഹാൻഡിനെ പറ്റി പറയുമ്പോഴേ ഒരു കോട്ടുണ്ട്, ബിഹൈൻഡ് എവരി സൈലന്റ് അസാസിൻ, ബിഹൈൻഡ് എവരി റിസറക്ഷൻ, ബിഹൈൻഡ് എവരി ഹിഡൻ കോൺസ്പിറസി there arises a 1000-year-old organization who is pulling the strings. ചരട് വലികളുമായിട്ട് ആയിരക്കണക്കിന് ദശവർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർഗനൈസേഷൻ ഇരുളിൽ മറഞ്ഞിരിപ്പുണ്ട്. അതാണ് ദ ഹാൻഡ്. മാർവലിന്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ്
ഡാർക്കസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു കൾട്ട് ഫോഴ്സ്. അപ്പം ഈ കൾട്ട് ഫോഴ്സിനെ കുറിച്ചുള്ള വീഡിയോസും മറ്റു മാർവൽ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും വരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. സൈനിങ് ഫ്രോം അതർ ദാൻ ഡോക്ടർ ഗണേഷ്. സോ ലവ് യു ഓൾ. പീസ്.